ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ലോഗ്സ് അമ്മൂസ്. ഇന്നത്തെ കുക്കിങ്ങും ഗാർഡനിങ്ങും കോഴി വളർത്തലും എല്ലാത്തിൻ്റെയും കൂടി ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ കുറച്ച് എൻ്റെ വിശേഷങ്ങൾ, കുറച്ച് എൻ്റെ പണികൾ, അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു. കോഴി വളർത്തലിനെ പറ്റിയിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൂട്ടുകാർക്ക്, കോഴി വളർത്തലൊക്കെ ചെയ്യുന്ന കൂട്ടുകാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും അതെല്ലാം. കുറേ ടിപ്സൊക്കെ ഉണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇന്നലെ തന്നെ ഞാൻ നൈറ്റ് മീൻകറിയും മീൻ വറുത്തതും ഒക്കെ സെറ്റാക്കി വെച്ചിട്ട്. അപ്പോൾ മത്തിയാണ്, നമ്മുടെ ഇവിടെ തൃശ്ശൂർ പറയാ ചാള എന്നാണ്. അപ്പോൾ ചാള കൂട്ടാൻ വെച്ചു, ചാള ഫ്രൈ ചെയ്തു. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് ഇവിടെ ഇഷ്ടം. അപ്പോൾ അതുപോലെ തന്നെ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ നല്ല അടിപൊളി സ്പൈസസാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് സ്പൈസി ആയിട്ടുള്ള ചാള ഫ്രൈ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ മക്കൾസൊക്കെ സ്കൂളിൽ പോയി ആമക്കുട്ടി ഉറങ്ങി, കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയ നേരത്തെ ഞാൻ ടെറസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കിവിടെ കുറച്ച് പച്ചക്കറികളും ഒക്കെ തൈക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചീരയുണ്ട്, മുളകുണ്ട്. അപ്പോൾ അവരുടെ പരിപാലനം കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മേലേക്ക് തുണി വിരിച്ചിടാൻ വരുമ്പോൾ ഞാൻ ഈ വക പണികളൊക്കെ ആ സമയം കൊണ്ട് കഴിച്ചു വെക്കട്ടെ. അപ്പോൾ ഈ തക്കാളി എനിക്ക് ഇതുവരെ പിടിച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. ഒരു 10 വർഷത്തിന് മുൻപ് കുറച്ച് തക്കാളി ഉണ്ടായി കിട്ടിയതാണ്. പിന്നെ എന്ന് വെച്ചാലും ഒരു തരം വെള്ളീച്ച വരും. അതിന് എന്തെല്ലാം ഞാൻ മരുന്ന് ചെയ്തിട്ട് എനിക്കൊരു സക്സസ് ആവാത്തൊരു സംഭവമാണ്. എന്നാലും ഞാൻ തളരില്ല. ഞാൻ ഇങ്ങനെ ഇത് വീണ്ടും ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ വീണ് കിടക്കുക. തക്കാളിയുടെ ആ സ്റ്റെമ്മ് ഭയങ്കര തിന്നല്ല. അപ്പോൾ അതിന് അത്ര ശക്തിയില്ലാത്ത തന്നെ അത് എപ്പോഴും ഇങ്ങനെ പോവും കേട്ടോ, വളഞ്ഞു പോവും. അപ്പോൾ അതിനൊരു താങ്ങ് കൊടുക്കണം ഇപ്പോഴും. അത് താങ്ങൊക്കെ കൊടുത്തു. പിന്നെ അതിൻ്റെ കടക്കയിലേക്ക് ചോട്ടിലത്തെ മണ്ണ് ഇങ്ങനെ നീങ്ങിപ്പോയിട്ട് വേര് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ മണ്ണൊക്കെ ഇങ്ങനെ ചോട്ടിലേക്ക് നീക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇവർക്ക് വളം കൊടുത്താറുന്നത് കോഴിക്കാഷ്ടാണ് കേട്ടോ. നമുക്ക് കോഴി വളർത്തലൊക്കെ ഉള്ള കാരണം കോഴിക്കാഷ്ടം ഉണ്ട് ഇവിടെ. അപ്പോൾ അതാണ് ഇട്ട് കൊടുത്താറുന്നത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിലൊരു ചേച്ചി പറയുന്നുണ്ടു തക്കാളിക്ക് ചാരം നല്ലതാണ്. അപ്പോൾ ഇനി അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. പിന്നെ ഹോം മെയ്ഡായിട്ട് ഞാൻ കുറേ ഫെർട്ടിലൈസറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓരോന്നോരോന്ന് പരീക്ഷിച്ച് നോക്കണം. അങ്ങനെ ടെറസിലെ പണികൾ ഓരോന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചീരയൊക്കെ വലുതായി തുടങ്ങിയിട്ടുണ്ട്. ചീരയൊക്കെ അരിഞ്ഞെടുക്കണം. പിന്നെ അടുത്ത പണികൾ തുടങ്ങിയാലോ. പിന്നെ അടുത്ത പണി വരുന്നത് കോഴിമക്കൾ നോക്കി നിൽക്കണുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ മേലെ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ആ ചേട്ടൻ പോണതിന് മുൻപ് ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് അവരുടെ തീറ്റപ്പാത്രം, വെള്ളപ്പാത്രം ഒക്കെ ക്ലീൻ ചെയ്തു. പിന്നെ ചേട്ടൻ മുരിങ്ങയില പൊട്ടിച്ച് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യാനുസരണം അവർ കൊത്തിപ്പറക്കി കഴിച്ചോളൂ കേട്ടോ. പിന്നെ കൂടുകളിൽ നിൽക്കല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഇലകളൊക്കെ കൊണ്ടു കൊടുത്താൽ അവർക്കതൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൂടുകളിൽ നിൽക്കുന്ന കോഴികൾക്ക് ഇങ്ങനെ ഇലകളൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. വേനൽക്കാലത്തും മഴക്കാലത്തും എങ്ങനെ കോഴികളെ ആരോഗ്യപരമായിട്ട് കൊണ്ടുപോകാമെന്നുള്ളതിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് താങ്ക് യു കേട്ടോ അവർക്കൊക്കെ. അപ്പോൾ നമ്മുടെ ചാനലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വ്ളോഗാണ്, കോഴി വളർത്തലിൻ്റെ ഉണ്ട്. അപ്പോൾ അങ്ങനെ മിക്സഡായിട്ട് കിടക്കണ കാരണം എല്ലാതരം വീഡിയോസും നമ്മുടെ ചാനലിൽ കൂടെ പ്രതീക്ഷിക്കട്ടോ. ഒരു പ്രത്യേക കണ്ടൻറ്റിൽ മാത്രം ഒതുക്കി നിർത്താൻ പറ്റില്ല. അത് കാരണം പല ആൾക്കാരും പല ഗാർഡനിങ്ങിൽ സബ് ചെയ്തിട്ടുണ്ട്, ഫാമിലി വ്ളോഗിൽ സബ് ചെയ്തിട്ടുണ്ട്, പിന്നെ കോഴി വളർത്തൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലരും പല കണ്ടൻറ്റുകളാണ് ഇഷ്ടപ്പെട്ട് സബ് ചെയ്തത്. അപ്പോൾ എല്ലാതരം വീഡിയോസും അത് കാരണം നമ്മുടെ ചാനലിൽ നിന്ന് കൃഷിയുടെ, അതുപോലെ തന്നെ ഫാമിലി വ്ളോഗ്, കോഴി വളർത്തൽ, അങ്ങനെ എല്ലാം പ്രതീക്ഷിക്കുക കേട്ടോ, ഗാർഡനിങ്. അപ്പോൾ ഞാൻ കുറച്ചല്ല 2 പോട്ടിലത്തെ ചെടികൾ മേലെ കയറ്റണം എന്ന് വെച്ചിട്ട് കുറച്ച് ദിവസമായി. എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം എന്നെ കൊണ്ട് പറ്റണ കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചൊന്നും അത് ചെയ്താലേ സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ. അങ്ങനത്തെ ഒരാളാണ് കേട്ടോ. അപ്പോൾ ചേട്ടനോട് പറഞ്ഞത് കയറ്റി കൊണ്ടു വെച്ച് തരും. പക്ഷെ
ചേട്ടൻ വരെ വെയിറ്റ് ചെയ്യണ്ട, അതിനുള്ള സാവകാശം ഇല്ലാത്ത ഒരാളെന്നൊക്കെ പറയാം. എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ച് നിൽക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഒത്തിരി വഷളത്തരങ്ങളൊക്കെ കൂടുതലാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷനിൽ അവരെ നോക്കി നിൽക്കുക, അതിന് വളമിട്ട് കൊടുക്കുക, അങ്ങനെ അതിൻ്റെ ചോടൊന്ന് കുത്തി മാന്തി കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യണ കാരണം എന്തെങ്കിലും ഒരു കാര്യം വിചാരിച്ച് അങ്ങനെ ഗാർഡനിങ്ങിനെ പറ്റിയിട്ടും കോഴി വളർത്തലിനൊക്കെ പറ്റിയിട്ടും ഇപ്പം എന്തെങ്കിലും കോഴികൾക്കാണെങ്കിൽ ഇപ്പം ഇന്ന് എന്തെങ്കിലും ഒരു അഡീഷണലായിട്ട് ഒരു സപ്ലിമെൻ്റ് അവർക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ അത് ഇന്ന് തന്നെ കൊടുക്കണം, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. അത് മോശം സ്വഭാവമാണോ? അപ്പോൾ ഒരു കാര്യം വിചാരിച്ചാൽ എന്നെക്കൊണ്ട് പറ്റണതാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, അങ്ങനെയുണ്ട്, അത്ര തന്നെ. അപ്പോൾ നമ്മുടെ ജറബറേനെ മുകളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചുവടൊന്ന് മാന്തി കൊടുത്തിട്ട് അതിൽ കോഴിക്കഷ്ണമാണ് ഇട്ട് കൊടുക്കാൻ പോണത്. ഇപ്പോൾ കോഴിക്കഷ്ണം കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ റോസില്ലേ, അത് വേറെ ഇങ്ങനെ എന്താ പറയുക, വള്ളി റോസ് എന്നൊക്കെ പറയാൻ തോന്നുന്നുണ്ട്. അതിനിങ്ങനെ അതിൻ്റെ തുമ്പത്ത് വരുമ്പോൾ അങ്ങനെ കൊലയായിട്ട് പൂവുണ്ടാവും. ആ ഒരു കൊലയിൽ തന്നെ ഒരു 10 പൂവ് 15 പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനത്തെ ഒരു തരം റോസാണിത്. അപ്പോൾ റോസിൻ്റെ ചട്ടി ഈ പോട്ടെടുക്കാൻ ചെന്നപ്പോഴേ അതിൻ്റെ അടുത്ത് തന്നെ കോഴികൾ കഴിക്കണ ഒരു ഇല എന്ന് ഒരു പുല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടായിരുന്നില്ലേ, അപ്പോൾ ആ ഒരു പുല്ലിൻ്റെ ഒരു കട നിൽക്കണം. അപ്പോൾ അതും കൂടി പറിച്ചെടുത്ത് കൊണ്ടുവന്നു കേട്ടാ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേര് കൊടുക്കാൻ പാടില്ല, വിരശല്യം വരുന്നു. അപ്പോൾ ഇങ്ങനെ പുതിയ അറിവുകൾ നിങ്ങൾ കമൻ്റായിട്ട് ഇട്ടാലാണ് ഇപ്പം എനിക്ക് ഒരു അറിവ് കിട്ടിയത്. അങ്ങനെയാണ് എൻ്റെ ആ വീഡിയോയുടെ അടിയിൽ വന്ന കമൻറ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ചോദിക്കണതിന് റിയാക്ട് ചെയ്ത് അവർ കമൻറ്റ് ഇടുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമാണ്. അത് എന്നെ പോലെയുള്ള ചെറിയ യൂട്യൂബേഴ്സിന് ഭയങ്കര ഒരു എന്താ പറയുക, അടുത്ത വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനം കൂടിയിട്ടാണ് അത്. ഞാൻ വിചാരിക്കും ഈ വീഡിയോ ഞാൻ വിചാരിച്ച റീച്ചിലായില്ല, ഇനി അപ്പോൾ അത് നിർത്താം, വീഡിയോ ഇടണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അപ്പോൾ അതിലൊരു സബ് ചെയ്തിട്ടുണ്ടാവും ആരെങ്കിലും, 1 2 3 സബ് കയറി വന്നിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ നമ്മൾ അപ്പോൾ അടുത്ത വീഡിയോ ചെയ്യാൻ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും വീഡിയോ ചെയ്യാൻ നമ്മൾ വീണ്ടും വീഡിയോ എടുക്കും. അതാണ് ആ ഒരു പ്രചോദനം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണവർക്ക് ഒരുപാട് താങ്ക് യു. അങ്ങനെ സബ് ചെയ്ത് നമ്മുടെ ചാനൽ 4Kയിൽ എത്തി നിൽക്കാട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇതൊക്കെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഈ റിബൺ ഗ്രാസൊക്കെ നോക്കി ഇതിനൊക്കെ കോഴിക്കഷ്ടമാണ് കേട്ടോ വളമായിട്ട് കൊടുക്കണത്. ഞാൻ ഇപ്പം എൻ്റെ കയ്യിൽ അവൈലബിൾ ആയത് അതുള്ളൂ. നമ്മളിവിടെ കോഴി വളർത്തലുള്ള കാരണം അത്. പിന്നെ പണ്ടൊക്കെ വീട്ടിൽ പശുവൊക്കെ ഉള്ള സമയത്ത് പശുവിൻ്റെ ആ മൂത്രം പിന്നെ ചാണകം അതൊക്കെ ഡൈല്യൂട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടായിരുന്നു കുഞ്ഞുനാളിൽ എൻ്റെ ഇങ്ങനെ ഗാർഡനിങ്. ചെറിയ പ്രായം തൊട്ട് തന്നെ ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞൊരു ഹരമായിരുന്നു കേട്ടോ. എന്നെ ചെറുതിലറിയണവർക്കൊക്കെ അറിയാം, നിറച്ച് വീട്ടിൽ നിറയെ ചെടികളായിരുന്നു. അത് പൂച്ചെടികളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് തന്നെ ഡാലിയയുടെ തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു, ജമന്തികൾ. അപ്പോൾ അത് നമ്മുടെ റോസിനൊക്കെ മണ്ണിട്ട് കാര്യങ്ങളൊക്കെ വൃത്തിയായോന്ന് ഇങ്ങനെ നിരീക്ഷിച്ച് നിൽക്കലാണ് കേട്ടോ കുറച്ച് നേരം പണി. അപ്പോഴേക്കും നമ്മുടെ ആൺകുട്ടി എണീക്കാറായിട്ടുണ്ടാവും. തുണികൾ വിരിക്കലും അതൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ആ നേരത്തെ അരിഞ്ഞെടുത്ത പുല്ലില്ലേ, അത് ഇവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുള്ളെങ്കിലും അത് അവരിങ്ങനെ കഴിക്കണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ കുറേയും കൂടി മതിലായിട്ടുണ്ട്. മതിലിനോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ പുല്ലുകൾ അധികം ഉണ്ടാവണേ. പിന്നെ നമ്മുടെ മുറ്റത്തൊരു കിണറൊക്കെ ഇല്ലേ, അതിനോട് ചേർന്നിട്ടൊക്കെ. അപ്പം അതൊക്കെ കുറച്ച് പറിച്ചെടുത്ത് കൊണ്ട് ഇനി കൊടുക്കണം അവർക്ക്. അപ്പോൾ ഇനി ലഞ്ച് ടൈമായി. ലഞ്ചിന് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നൈറ്റ് ഞാൻ മീൻ വറുത്തതൊക്കെ സെറ്റാക്കിയിരുന്നു. അപ്പോൾ അതും കുറച്ച് ചോറും പിന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫിഷ് ഫ്രൈ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു ചാളക്കുട്ടനെ എടുത്തിട്ടുണ്ട്, കുറച്ച് സവാള, കുറച്ച് ബീൻസ് ഉപ്പേരി ഇട്ടാ. ബീൻസ് ഉപ്പേരിയാണ് ഇന്ന് മക്കൾസിന് രാവിലെ ഉണ്ടാക്കിയത്, ലഞ്ചിന് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലഞ്ച്. അപ്പോൾ ലഞ്ചൊക്കെ കഴിക്കാൻ എനിക്കൊരു
കൂട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു കുഞ്ഞു കൂട്ടുകാരി ഉണ്ട് ഇവിടെ, എൻ്റെ ആമിക്കുട്ടി. അപ്പോൾ ആമിക്കുട്ടിക്ക് അവരൊക്കെ പോയി കഴിഞ്ഞാൽ, മൂത്ത മക്കൾസൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കൂട്ട് എന്നോടും അമ്മാമ്മോടാണ് കേട്ടോ. ഇപ്പം ഞങ്ങളല്ലേ ഉള്ളൂ പിന്നെ കൂടെ കളിക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാനും ഉണ്ണിയും കൂടി കുറച്ച് നേരം പാട്ട് പാടി കളിക്കും, കുറച്ച് നേരം ഡാൻസ് ചെയ്യും. കുറച്ച് നേരം ഞങ്ങൾ കാത്തൂനെ കാണും, മായാവിനെ കാണും. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്കിപ്പോൾ ഫ്രണ്ട്സ്. കൂടുതലായിട്ട് മായാവി ഉണ്ട്, കാത്തുണ്ട്, പിന്നെ കോക്കോമെലനുണ്ട്. അതൊക്കെയാണ് ഇപ്പം എൻ്റെയും ആമിക്കുട്ടിയുടെയും കൂട്ടുകാർ കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ട് വിശേഷമൊക്കെ ചോദിച്ച് ഞങ്ങളിങ്ങനെ ടി വി ഒക്കെ കണ്ടിരിക്കും. പിന്നെ അതേ ലഞ്ച് കഴിക്കാമെന്ന് പേരുള്ളൂ കേട്ടോ ആമിക്കുട്ടിക്ക്. ആമിക്കുട്ടി കുക്കുംബറാണ്, കുക്കുംബറിൻ്റെ ലവറാണ് ആമിക്കുട്ടി. അപ്പോൾ കുക്കുംബറാണ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിൽ നിന്ന് എൻ്റെ നിന്ന് കുറച്ച് ബീൻസ് ഉപ്പേരി ഇട്ട് കൊടുത്തത് ആ പ്ലേറ്റിൽ നിന്ന് എൻ്റെ പ്ലേറ്റിൽ തന്നെ ഇടിപ്പിച്ചു കേട്ടോ. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു മീനിൻ്റെ പീസ് ചെറുതാക്കി മുള്ളൊന്നും ഇല്ലാണ്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അതും എന്നെ കൊണ്ട് ഇടിപ്പിച്ചു. അപ്പം ഞാനും ആമിക്കുട്ടിയും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും, ഇഷ്ടമായവർ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്തോളോ, സബ്സ്ക്രൈബ് ചെയ്തോളോ, ഷെയർ ചെയ്തോളോ, കമൻറ്റ് ചെയ്തോളോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫാമിലി വ്ളോഗായിട്ടും കോഴി വളർത്തലിൻ്റെ വീഡിയോസൊക്കെ ആയിട്ടും നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം കൂടി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചില്ലേ?